ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയുമോ? ഞാൻ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റമിൻ സിയുടെ ഒരു നല്ല ഉറവിടമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും സഹായിക്കുന്നു. അതേപോലെ ഇതിൽ ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ നല്ല രീതിയിൽ തന്നെ ദഹനമുണ്ടാകും. അതേപോലെ ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. തന്നെയുമല്ല, നമ്മുടെ ശരീരത്തിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിനും നമ്മുടെ മസിൽസ് അഥവാ പേശികളുടെ പ്രവർത്തനത്തിനും ആവശ്യമായ മഗ്നീഷ്യവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ഡ്രാഗൺ ഫ്രൂട്ടിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഫ്രീ റാഡിക്കൽസിൽ നിന്നുള്ള നാശത്തിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അതായത് വാർദ്ധക്യം കുറയ്ക്കാനും ക്യാൻസർ, അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു. ഇനി ഇതിലടങ്ങിയിട്ടുള്ള മറ്റൊന്നാണ് പ്രീബയോട്ടിക്കുകൾ. ഇത് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും ഈ ഫ്രൂട്ട് നല്ലതാണ്. ഡയബറ്റിക്സ് പേഷ്യൻസിനും ഇത് കഴിക്കുന്നത് നല്ലതാട്ടോ. ഇനി ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? നമ്മൾ പറഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ടിൽ വളരെയധികം ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ടെന്ന്, അതായത് നാരുകൾ. അതുമൂലം നല്ലപോലെ ദഹനം നടക്കുന്നു. എന്നാൽ അമിതമായി ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ വയറിളക്കം, വയറുവേദന തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ചിലർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് മൂലം അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ചൊറിച്ചിൽ അല്ലെങ്കിൽ ചൊറിച്ചിലുള്ള തടിപ്പുകൾ, വീക്കം തുടങ്ങിയ വളരെ റെയറായി കണ്ടുവരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഡയബറ്റീസ് പേഷ്യൻസിന് ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന്. എന്നാൽ ഡയബറ്റീസിനും ബ്ലഡ് പ്രഷറിനും മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഡെയിലി ഈ ഫ്രൂട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. കാരണം ഈ ഒരു ഫ്രൂട്ട് മരുന്നുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്ന യൂറിനിലും സ്റ്റൂളിലും ചെറുതായി റെഡ് കളർ കാണാൻ സാധിക്കും. അത് ഡ്രാഗൺ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ബീറ്റാ സയാനിൻ പിഗ്മെൻറ്റ് നമ്മുടെ കിഡ്നി പുറന്തള്ളുന്നത് കൊണ്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അത് നോർമലായ ഒരു കാര്യമാണ്, ദോഷകരമായ ഒരു കാര്യമേ അല്ല. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്